IS-ലും അൽ-ഖായിദയിലും അംഗമായതായി തെളിഞ്ഞതിനെ തുടർന്നാണ് സായിദ് യസലാം അലി എന്ന UAE സ്വദേശിക്ക് അബുദാബി ഫെഡറൽ സുപ്രീം കോടതിയുടെ സ്റ്റേറ്റ് സെക്യൂരിറ്റി കോടതി വധശിക്ഷ വിധിച്ചത്. പ്രതിയുടെ അസാന്നിധ്യത്തിലാണ് സുപ്രീം കോടതി പരമാവധി ശിക്ഷ നൽകിയത്. ഈ കേസിലെ മറ്റൊരു പ്രതിയായ UAE പൗരൻ മുഹമ്മദ് റാഷിദ് അബ്ദുള്ള അൽ യമാഹി എന്നയാൾക്ക് 10 വർഷം തടവും 18-കാരനായ മുനീഫ് അവാദ് നാസർ അൽ ഹമീമിക്ക് 2 വർഷം തടവും ശിക്ഷ വിധിച്ചിട്ടുണ്ട്. ഭീകര സംഘടനയുടെ ആശയം പ്രചരിപ്പിക്കുന്നതിന് ഇന്റർനെറ്റ് പേജ് ആരംഭിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്തു എന്നതാണ് മുനീഫ് അവാദിനെതിരായ കുറ്റം. പ്രതികളിൽ നിന്ന് കണ്ടെടുത്ത കമ്പ്യൂട്ടറുകൾ, ക്യാമറകൾ, പണം എന്നിവ കണ്ടുകെട്ടാനും വെബ്സൈറ്റ് അടച്ചുപൂട്ടാനും കോടതി ഉത്തരവിട്ടു. അതേസമയം ഈജിപ്തിലെ മുസ്ലിം ബ്രദർഹുഡുമായി ബന്ധമുണ്ടെന്ന് പറയുന്ന അൽ ഇസ്ലാഹ് എന്ന ഭീകര സംഘടനയിൽ ചേർന്നു എന്ന പേരിൽ വിചാരണ നേരിട്ട സ്വദേശികളായ മുഹമ്മദ് താലിബ്, മുഹമ്മദ് സാലേം അൽ സിമാരി, മുഹമ്മദ് സാദ്, മുഹമ്മദ് മർസൂഖി എന്നിവരെ കോടതി വെറുതെ വിട്ടു. മീഡിയ 1 അബുദാബി.